നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏഴാം ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് 17 മത്സരാർത്ഥികളാണ്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം സിബിൻ ഒതുങ്ങിപ്പോയതിനാലും മത്സരിക്കാൻ താല്പര്യം കാണിക്കാത്തതിനാലും വീട് ഉറങ്ങിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പോലും കാര്യമായ കണ്ടന്റുകൾ ഇല്ലാത്തത് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു. അതേസമയം മണ്ടൻ എന്ന ഒരു വിഭാഗം പ്രേക്ഷകരും മത്സരാർത്ഥികളിൽ ചിലരും മുദ്രകുത്തിയ മത്സരാർത്ഥി ജിൻഡോയാണ് ഇപ്പോൾ ഹൗസിൽ ഏറ്റവും നന്നായി ഗെയിം സ്പിരിറ്റോടെ വീട്ടിൽ നിൽക്കുന്നതും സഹമത്സരാർത്ഥികൾക്കെതിരെ കരുക്കൾ നീക്കുന്നതും. ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ കോമണറായ മത്സരാർത്ഥി റസ്മിൻ ഭായിയെ ജിൻഡോ മൈൻഡ് ഗെയിമിലൂടെ തകർത്തു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു ജിൻഡോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഹൗസിലുള്ള ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും കള്ളം പറയണമെന്നതായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകിയ മോർണിംഗ് ടാസ്ക്. എല്ലാവരും തങ്ങളുടെ രീതിയിൽ ടാസ്ക് അവതരിപ്പിച്ചു. എന്നാൽ ഏറ്റവും മനോഹരമായി ആ ടാസ്ക് ഉപയോഗിച്ചത് ജിൻഡോയാണ്. ജിൻഡോ പറഞ്ഞ കള്ളം ഇങ്ങനെയായിരുന്നു: റസ്മിൻ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അർജുൻ ശ്രീതു കോംബോ പുറത്തെ ഹിറ്റാണെന്നും ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് നെഗറ്റീവ് ആണെന്നും ടിഷ്യൂ പേപ്പറിൽ ക്യൂടെക്സ് കൊണ്ട് എഴുതി ടോയ്ലറ്റിലെ ബാസ്ക്കറ്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നാണ് ജിൻഡോ പറഞ്ഞത്. ജിൻഡോയുടെ വെളിപ്പെടുത്തൽ ഒരു നിമിഷം റസ്മിനെ സ്തംഭിപ്പിച്ചു. എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും റസ്മിന് മനസ്സിലായില്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ തന്റെ ഭാഗം ന്യായീകരിക്കാനോ ജിൻഡോയോട് തർക്കിക്കാനോ റസ്മിൻ നിന്നില്ല. എന്നാൽ ശ്രീതു ജിൻഡോയോട് കയർത്തു. ജിൻഡോയുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ ഹൗസിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പനി ബാധിച്ച റസ്മിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലേക്ക് പോയ സ്വഭാവത്തോടെയല്ല റസ്മിൻ തിരികെ വന്നത്. പൊതുവെ എല്ലാത്തിലും കയറി ഇടപെട്ട് വാദിക്കാറുള്ള റസ്മിൻ ഇപ്പോൾ ഹൗസിൽ വളരെ നിശബ്ദതയോടെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല, ഹൗസിൽ റസ്മിന് ഒരു ഗെയിം പോലുമില്ല. അതുപോലെ തന്നെ റസ്മിൻ ഇതൊക്കെ അറിയിച്ചതിന് ശേഷം അർജുനും ശ്രീതുവും തങ്ങളുടെ കോംബോ കുറച്ചുകൂടി ശക്തമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. റസ്മിനുണ്ടായ മാറ്റങ്ങൾ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.